ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട്, റെസിസ്റ്റൻറ്റ് ഏതൊക്കെ എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിഫ്റ്റി ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു സോണിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ആയത്. പിന്നീട് ചെറിയൊരു ഫാള് വന്നു. പിന്നീട് വീണ്ടും ഒരു റിവേഴ്സലാണ് വന്നത്. റിവേഴ്സൽ ട്രേഡിങ്ങിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയ, കഴിഞ്ഞ ദിവസത്തെ ക്യാച്ച് ചെയ്യാൻ പറ്റിയ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു സോണിൽ റിട്രേസ്മെൻറ്റ് വന്ന സമയത്താണ്. ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 60 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ എബോവ് പോയിട്ടുണ്ട്. എന്നാൽ നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയാം ഇന്ന് നിഫ്റ്റിയിൽ ആഫ്റ്റർനൂൺ. ഓക്കെ, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ പോയിൻ്റ് എന്ന് പറയുന്നത് 18,428 ആണ്. വളരെ നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്തതായി കാണാൻ വേണ്ടി കഴിയും. ആ ഒരു ലെവൽ എത്തിയ സമയത്ത് നല്ല രീതിയിൽ വിക്ക് ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ലെവൽ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നാളത്തെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ 18,446, 456 എന്ന ഈ സോണിൻ്റെ ബിലോ ആണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ആ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ഒരു ലെവലിൽ നിന്ന് ഫാൾ വരുന്ന സമയത്ത് 18,428 ആ ഒരു ലെവലും കൂടി ഫാൾ വരുന്ന സമയത്ത് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു സോണിലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ വരുന്നത് 18,398, 383. ചെറിയ ടാർഗറ്റ് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ. കാരണം നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് നല്ലൊരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ഒന്നും കിട്ടാൻ വേണ്ടി കഴിയുന്നില്ല. സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ആ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ പോയിൻറ്റിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ അത് എത്രത്തോളം കൃത്യമായിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ നല്ലൊരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിട്ടായിരിക്കും മാർക്കറ്റ് ഫാൾ ചെയ്യുക. അതുകൊണ്ട് SL ട്രയൽ ചെയ്ത് മാത്രമേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ വേണ്ടി പാടുകയുള്ളൂ. കാരണം പ്രീമിയം മെൽറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ SL ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 18,320 എബോവ് ആണ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ 18,308 ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 18,265, 255 ആണ്. എന്നിരുന്നാലും ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലോ പോയിൻ്റ് വളരെ നല്ലൊരു ലോ പോയിൻ്റ് ആണ്. 2 തവണ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ആ ഒരു ലെവൽ നമ്മൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു പറഞ്ഞ സോണിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഓക്കെ, മാർക്കറ്റ് നാളെ ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഈ ഒരു ലെവലിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നത്തെ ഈ ഒരു ഹൈ പോയിൻ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു സോണ്. ആ ഒരു സോൺ വരുന്നത് 446, 456 എന്ന ഈ ഒരു സോണിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് നാളെ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് പിന്നീട് വരുന്നത് കുറച്ചൊരു ഹൈ ടാർഗറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ടാർഗറ്റ് വരുന്നത് ഏകദേശം 18,527, 538 എന്ന സോണിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു ടാർഗറ്റാണ്. SL ട്രയൽ ചെയ്ത് ഈ ഒരു ടാർഗറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നാളെ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓരോ ലെവലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവൽ നാളെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിനനുസരിച്ച് ബ്രേക്കൗട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ റിവേഴ്സൽ കൺഫേം ചെയ്തിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാവുന്നതാണ്. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈ പോയിൻ്റ്, നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഹൈ പോയിൻ്റ് കിട്ടിയത് 42,453 ആണ്. ആ ഒരു ലെവൽ മാർക്കറ്റിൽ ഇനി വരുന്ന ദിവസങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടന്നിട്ട് ഫാൾ വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാം. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 42,345 ആണ്.
ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഏകദേശം ഈ ഒരു സോണിൻ്റെ അടുത്തേക്ക് നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടേക്ക് ഒരുപാട് നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓരോ ലെവലുകൾ നല്ല രീതിയിൽ തന്നെ റിവേഴ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സേഫായിട്ട് മാത്രമേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പാടുകയുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റികൾ പരമാവധി ലോട്ടിൻ്റെ സൈസ് പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. 42, 257, 231, 201 ഈ ഒരു 3 സോണിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിലേതെങ്കിലും ഒരു സോണിൽ വെച്ച് റിവേഴ്സിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും ആണ് പറയാനുള്ളത്. ഇനി മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 42, 201 ബില്ലുമാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഈ ഏതെങ്കിലും ഒരു സോണിൽ വെച്ച് റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ കൺഫേം ചെയ്തിട്ട് മാത്രമേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ വേണ്ടി പാടുകയുള്ളൂ. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 42, 98, 78 എന്ന സോണിലേക്കാണ്. ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഈ ഒരു ലോ പോയിന്റിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. 41, 986, 944 എന്ന ലെവലിലേക്ക്. ഓക്കെ, ഇത്രയും ട്രേഡിംഗ് പ്ലാനാണ്, ഇത്രയും ലെവലുകളാണ് നാളത്തേക്ക് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഈ ഓരോ ലെവലുകൾ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി സ്റ്റോക്കിലേക്ക് പോകുന്ന സമയത്ത് അദാനി വിൽമാർ ലിമിറ്റിലാണ് ഫസ്റ്റ് ഇൻട്രാഡേ ട്രേഡിംഗ് പ്ലാൻ പറയാനുള്ളത്. നമുക്ക് ചെറിയൊരു ട്രെൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ലെവൽ വെച്ച് 667, 665 എന്ന ലെവലിൽ വെച്ച് റിവേഴ്സൽ അല്ലെങ്കിൽ ഈ ഒരു സോണിൽ വെച്ച് എൻട്രി പോയിൻ്റ് കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു ലെവലിലേക്കാണ്. ടാർഗറ്റ് 677, 678 എന്ന സോണിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏകദേശം 1.50% ആണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ചെറിയൊരു നമുക്ക് റെസിസ്റ്റൻ്റായി ആക്ട് ചെയ്യാനുള്ള ലെവൽ ഇന്നത്തെ ഹൈ പോയിൻ്റ് ആണ്. 2 തവണ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈ പോയിൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ആ ഒരു ലെവലും കൂടി ക്വിക്കായിട്ട് തന്നെ ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിലേക്ക് ടാർഗറ്റ് വെക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി മാർക്കറ്റ് നാളെ ഈ ഒരു ലെവൽ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യാം. ഈ ഒരു ലെവൽ എത്രത്തോളം ആക്യുറസി കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. നല്ല രീതിയിൽ തന്നെ ആ ഒരു ലെവൽ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ നല്ലൊരു ഫാളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 653 ആണ്. അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് തന്നെയാണ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. SL ട്രയൽ ചെയ്ത് ഈ ഒരു 1.82% കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. SL ട്രയൽ ചെയ്ത് മാത്രമേ ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ വേണ്ടി പാടുകയുള്ളൂ. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നല്ലൊരു സപ്പോർട്ടായി ആക്ട് ചെയ്ത ലെവലാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാള് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് സിങ് നോക്കുന്നവർക്ക് കൂടി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ ഒരു സോണിലേക്ക് എത്തിയ സമയത്ത് മാർക്കറ്റ് നല്ലൊരു റിവേഴ്സൽ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത്യാവശ്യം നല്ലൊരു ലെവലാണ് ഈ ഒരു സോണ് എന്ന് പറയുന്നത്. ഇന്ന് ക്ലോസ് ചെയ്ത ഈ ഒരു സോണ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്ത് മാത്രം ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇനി അടുത്തത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പറയാനുള്ളത്. അതിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ 602, 603 ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 609, 611 ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. താങ്ക്